ഹേ ഗൈസ്, നിങ്ങളിപ്പോൾ ജർമ്മനിയിലുള്ളവരാണ് അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പഠിക്കുന്നവരാണ് അല്ലെങ്കിൽ പഠിക്കാൻ വരാൻ പോണവരാണെങ്കിൽ ഈ വീഡിയോ കാണാം, അല്ലാത്തവരാണെങ്കിൽ സ്ക്രോൾ ചെയ്ത് പോകാട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് പറയുന്നത് നമ്മൾ പ്രാക്ടിക്കലിൽ ആദ്യം പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന്. ഇത് അങ്ങനെ വലിയ ജോലിയുടെ കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് ബേസിക് കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർ ഭയങ്കര പഞ്ച്വാലിറ്റിയുടെ ആൾക്കാരാണ്. സോ ഇപ്പോൾ നിങ്ങൾക്ക് 6 മണിക്കാണ് ഡ്യൂട്ടിയെങ്കിൽ 5 മിനിറ്റ് മുന്നെങ്കിലും അവിടെ എത്താൻ നോക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നാണ്. അപ്പോൾ അത് കളയാതിരിക്കാൻ നോക്കുക. ഇനി സെക്കൻഡ് വൺ, നമ്മളിപ്പോൾ ഒരു പുതിയ ഡിപ്പാർട്ട്മെൻറ്റിൽ പോകണമെങ്കിൽ എന്താണെങ്കിലും മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഇപ്പം നിങ്ങൾ ഓർക്കും അല്ലെങ്കിൽ അതൊക്കെ എല്ലാവരും ചെയ്യത്തില്ലായിരിക്കും, പക്ഷേ ഇല്ല. ചിലപ്പോൾ നമ്മുടെ പേര് കാരണം നമ്മളിപ്പോൾ ആരോടും അങ്ങോട്ട് ചെന്ന് പേരും ഏത് കാരണം നമ്മൾ പഠിക്കണം എന്നൊന്നും പറയത്തില്ലായിരിക്കും. പക്ഷേ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ ഇവർ നമ്മളെ ഇഗ്നോർ ചെയ്ത് കളയും. സോ പുതിയതായിട്ടൊരു നേഴ്സിനെ കാണുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഡോക്ടറിനെ കാണുമ്പോഴോ ജസ്റ്റ് പേരും ഏത് കാരണം നിങ്ങൾ പഠിക്കുന്നതെന്നെങ്കിലും പറയാൻ ശ്രമിക്കുക. ഇനി മൂന്നാമത്തെ കാര്യം, നമ്മളെപ്പോഴും ആദ്യം വരുമ്പോൾ ചെയ്തൊരു മണ്ടത്തരമാണ് ഒന്നും മനസ്സിലായില്ലെങ്കിലും മനസ്സിലായി എന്ന് പറഞ്ഞു പോയി മണ്ടത്തരം ചെയ്യുന്നത്. എപ്പോഴും മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടെ ചോദിക്കുക, അതാണ് എപ്പോഴും ബെറ്റർ. മനസ്സിലായില്ലെങ്കിൽ മനസ്സിലായില്ല എന്ന് തന്നെ പറയുക. നിങ്ങൾ ജർമ്മനി വരാൻ പോകുന്നവരാണ് അല്ലെങ്കിൽ ഇവിടെ ഓൾറെഡി വന്ന ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റ് ഒക്കെ ആണെങ്കിൽ ഇത് ശ്രദ്ധിക്കാം. അപ്പോൾ അത്യാവശ്യം സ്മൂത്തായിട്ട് കാര്യങ്ങൾ പോകും. പിന്നെ നമുക്ക് ജർമ്മൻസിനെ കുറച്ച് കയ്യിലെടുക്കാനും പറ്റും. അപ്പോൾ